ഒരു കേന്ദ്രമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളെക്കുറിച്ച്, അതൊന്നും രാഷ്ട്രീയത്തിലുള്ള ഒരാൾ നടത്തേണ്ട തരത്തിലുള്ള ഒരു പരാമർശങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഫലം അദ്ദേഹത്തിന് കിട്ടും. BJP കേരളത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ NDA കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും തുല്യമായിട്ട് മറ്റുള്ളവരോടൊപ്പം തന്നെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് തന്നെ മാറും. കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥിയായ V. മുരളീധരനാണ് എന്നോടൊപ്പം ചേരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്, വിധിയെഴുത്താണ് ഇന്നലെ കഴിഞ്ഞത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും താങ്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ പ്രതീക്ഷകളുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇന്നലെ കഴിഞ്ഞത്. എങ്ങനെയാണ് കഴക്കൂട്ടത്തെ നമ്മളുടെ വിജയപ്രതീക്ഷ? കഴക്കൂട്ടത്ത് വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്. ഒരു NDAക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ ഇന്നലെ വിധി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. സർക്കാരിനും MLAക്കും എതിരായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ജനവികാരം മണ്ഡലത്തിലുടനീളം ഉണ്ടായിരുന്നു. അത് CPMൻ്റെ പാർട്ടിക്കകത്ത് പോലും അതേ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ മണ്ഡലത്തിൽ CPMന് ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന ശക്തി എന്നുള്ള നിലയിൽ NDAക്ക് അനുകൂലമായിട്ട് വരും. 7% പോളിംഗിൽ വർധനവ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ. അത് അനുകൂലമായി BJPക്ക് അനുകൂലമായൊരു വോട്ടായിട്ട് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു വോട്ടായിട്ടാണോ അതിനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ്, അതൊരു ഭരണവിരുദ്ധ വികാരം അതിലുണ്ടോ? അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം 1,94,000 വോട്ടുണ്ടായിരുന്ന കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ 1,38,000 പേര് വോട്ട് ചെയ്തു അന്ന്. അതിൽ CPMൻ്റേതായിട്ടുള്ള ചില ഇരട്ട വോട്ടുകൾ SIR നടപ്പിലാക്കിയപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു. ആ വോട്ട് കുറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ അങ്ങനെയുള്ള 5,000 വോട്ട് പോയപ്പോൾ 1,29,000 വോട്ടേ ഉള്ളൂ. സത്യത്തിൽ ശതമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോഴും എണ്ണം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത അത്ര ആൾക്കാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല. ആ വോട്ട് കുറഞ്ഞത് CPMനാണ്. അപ്പോൾ അവരാണ് കൂടുതൽ ആശങ്കയുണ്ടാവേണ്ടത്, അവർക്കാണ്. ഞങ്ങളുടെ ഇരട്ട വോട്ട് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയെ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് രാവിലെ റിപ്പോർട്ടറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, താങ്കൾ നിറികെട്ട രീതിയിൽ പ്രചരണം നടത്തി. അത് ഇവിടുത്തെ BJP പ്രവർത്തകരൊന്നും പറഞ്ഞിട്ടല്ല, അതിനപ്പുറത്തേക്ക് V. മുരളീധരൻ നിറികെട്ട പ്രചരണമാണ് കഴക്കൂട്ട മണ്ഡലത്തിൽ നടത്തിയത്, തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? എന്നെ അറിയുന്ന ഒരാളും അത് വിശ്വസിക്കില്ല. കാരണം ഞാൻ ഇന്നലെ മിനിയൊന്നും തുടങ്ങിയതല്ലല്ലോ. ഞാൻ എത്രയോ കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. വാസ്തവത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പ്രചരണമാണ് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള പ്രചരണം. ഒരു കേന്ദ്രമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളെക്കുറിച്ച്, അതൊന്നും രാഷ്ട്രീയത്തിലുള്ള ഒരാൾ നടത്തേണ്ട തരത്തിലുള്ള ഒരു പരാമർശങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഫലം അദ്ദേഹത്തിന് കിട്ടും. അത്രേ ഉള്ളൂ. 2 അക്കം കടക്കും, അല്ലെങ്കിൽ 10-ൽ കൂടുതൽ സീറ്റുകൾ BJPക്ക് ലഭിക്കും, ജയമുണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ പല BJP നേതാക്കളോടും സംസാരിച്ചപ്പോൾ, പ്രസിഡന്റിനോടടക്കം സംസാരിച്ചപ്പോൾ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകുന്നത്. നമ്മുടെ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ് സംസ്ഥാനത്തൊട്ടാകെ? അല്ല, സംസ്ഥാനത്തെ വിജയപ്രതീക്ഷയെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തൽ, കാരണം കഴിഞ്ഞൊരു മാസക്കാലമായിട്ട് എനിക്ക് മണ്ഡലത്തിന് പുറത്തുള്ള ഒരു കാര്യവും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ഇഷ്യൂസ് എന്താണെന്നോ, ഈവൻ മറ്റു മണ്ഡലങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ എതിർവശത്തുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പോലും പല സ്ഥലത്തെയും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംസ്ഥാനത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിലയിരുത്താൻ സാധ്യമല്ല. ജില്ലയിൽ നമ്മൾ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് നേമം അടക്കമുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ നേമം, കഴക്കൂട്ടം ഒക്കെ ഉള്ള മണ്ഡലങ്ങൾ നമ്മൾ വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ആ ജില്ലയിലെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, അത് പാർട്ടി ആ വിലയിരുത്തൽ നടത്തി പറയും. ഞാൻ എൻ്റെ മണ്ഡലത്തെക്കുറിച്ച് പറയുക എന്നുള്ളതിനപ്പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി പറയുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇടതിനും വലതിനും അപ്പുറം ഒരു നിർണായക ശക്തിയായി BJP ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാറുമോ? അത് തീർച്ചയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം BJP ഒരു തുല്യശക്തിയായിട്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 11 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ 1-ാം സ്ഥാനത്ത് വന്നു, 12 സ്ഥലത്ത് 2-ാം സ്ഥാനത്ത് വന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 23 മണ്ഡലങ്ങളിൽ BJP 1-2 സ്ഥാനത്താണ്. BJP ആയിട്ടാണ് ഫൈറ്റ്, ഡയറക്റ്റ് ഫൈറ്റ്. BJP അതിൽ 1-ൽ വരും, ചില സ്ഥലങ്ങളിൽ 2-ൽ വരും. അത് ഇത്തവണ ഇനിയും വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJP കേരളത്തിലെ
ഏറ്റവും അല്ലെങ്കിൽ NDA കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തുല്യമായിട്ട് മറ്റുള്ളവരോടൊപ്പം തന്നെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് തന്നെ മാറും. എത്ര MLA മാർ ഉണ്ടാകും നമുക്ക് നിയമസഭയിൽ? നമുക്ക് നോക്കാം, പാർട്ടിയുടെ വിലയിരുത്തൽ വരട്ടെ. വലിയ വിവാദങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ FCRA ആണെങ്കിലും പാലക്കാട്ടെ നോട്ട് വിവാദമാണെങ്കിലും നിയമത്തേക്ക് വന്നാലും അവിടെയും ഡീൽ വിവാദം, അങ്ങനെ പല വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ BJPയെ ബാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് BJP വളരെ പ്രതീക്ഷ വെച്ച ഒരു തിരഞ്ഞെടുപ്പാണിത്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട്? ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങൾ പ്രതിപക്ഷം ഉയർത്താറുണ്ട്. ആ പ്രചരണങ്ങൾ ജനങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ജനങ്ങൾ ആ പ്രചരണത്തിനൊക്കെ വലിയ തോതിലൊന്നും ചെവി കൊടുക്കില്ല. എവിടെയെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് ജനങ്ങൾ എത്രമാത്രം ഈ പ്രചരണം നടത്തുന്ന ആളുകളുടെ വിശ്വാസ്യത എത്രയുണ്ട്, ആർക്കെതിരായിട്ടാണോ ഈ പ്രചരണം നടത്തുന്നത് അവർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസ്യത എത്രയുണ്ട്, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും അന്തിമമായിട്ടുള്ള ഫലം. ഈ പ്രചരണമൊക്കെ ഏശുക ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതായിരിക്കുമ്പോൾ ഇതൊക്കെ വരും. ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരൊന്നും ഇത് ബാധിക്കില്ല. മൂന്നാമതൊരു LDF സർക്കാർ വരുമെന്ന് കരുതുന്നുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കതിനുള്ള സാധ്യത വളരെ വിരളമായിട്ടേ തോന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ അതിന് കാരണമാകുമെന്ന് തന്നെയാണോ വിലയിരുത്തൽ? എല്ലാം ശബരിമല മാത്രമല്ല, ശബരിമല ഒന്ന് സർക്കാർ ഇത്ര വലിയ കടക്കണിയിൽ നിൽക്കുമ്പോഴും CPMൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് നടത്തിയ പ്രചരണം, ആ പ്രചരണത്തിന് വേണ്ടി ചിലവാക്കിയ കോടികൾ, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനോടൊക്കെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന ആളുകളാണ്. നമ്മൾ വിചാരിക്കുന്നത് ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കും. അവർ നിശബ്ദരായിരിക്കും, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. എന്തായാലും കഴക്കൂട്ടത്ത് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ BJP വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഉയർന്നു വന്ന വിവാദങ്ങളോ ചർച്ചയായ വിഷയങ്ങളോ ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് BJP ചർച്ച ചെയ്ത വികസനം അത് ജനങ്ങളിലേക്ക് കൃത്യമായി തന്നെ എത്തിയിട്ടുണ്ട്. അത് കൃത്യമായി വരുന്ന 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ BJP വലിയ ഒരു ശക്തിയായി തന്നെ വളർന്നു വരും. ഇടതിനും വലതിനുമൊപ്പം ഒരു തുല്യശക്തിയായി തന്നെ വളർന്നു വരും എന്നുള്ള കാര്യം തന്നെയാണ് V. മുരളീധരൻ എന്തായാലും റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്.